ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ക്രിയേറ്റിംഗ് സ്റ്റോറീസ് ടുഗദറിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിലെ തന്നെ ഒരു പ്രശസ്തമായ ഒരു ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് ട്രെക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്രഹ്മഗിരി ഹിൽസിലേക്കാണ് ഈ ട്രെക്കിങ്. ഞങ്ങളിവിടുന്ന് കണ്ണൂരിൽ നിന്നാണ് പോകുന്നത്. ഞങ്ങൾ കസിൻസ് എല്ലാം കൂടി പ്ലാൻ ചെയ്ത ട്രിപ്പാണിത്. ഞങ്ങളിവിടുന്ന് നേരത്തെ രാവിലെ ഒരു 5:30 ആയപ്പോൾ തന്നെ പുറപ്പെട്ടു. ഡൽഹി എത്രയും നേരത്തെ അവിടെ എത്തുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ വെയിലാകുന്നതിനേക്കാളും മുമ്പേ കയറിയിട്ട് ഇറങ്ങണം. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ പുറപ്പെട്ടു. ഞങ്ങളൊരു 7 മണിയായ സമയത്തായത്തേക്ക് അവിടെ എത്തിച്ചേർന്നു. വയനാട്ടിലെ തിരുനെല്ലിയിൽ സ്ഥിതി ചെയ്യുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാമ്പിംഗ് ഷെഡിൽ നിന്നാണ് ഈ ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. നമ്മളവിടെ നേരത്തെ എത്തിച്ചേരണം. അവിടെ നിന്ന് നമുക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം തരും. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുക്കണം. ഒരു ഗ്രൂപ്പ് ട്രെക്കിംഗ് ആയിട്ടാണ് ഇത് അനുവദിച്ചിരിക്കുന്നത്. അതായത് ഒരു ഗ്രൂപ്പിൽ 5 പേരുണ്ടായിരിക്കണം. 5 പേർക്ക് 2400 രൂപയാണ്. അഡീഷണൽ വരുന്ന ഓരോ ആൾക്കാർക്കും 340 രൂപ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്ന അതേ റൂട്ടിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ട്രെക്കിങ്ങിന് ഓരോ ഗൈഡിനെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിച്ച് തരും. ആ ഗൈഡിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ ഈ ട്രെക്കിങ്ങിൽ ഫുള്ളായിട്ട് പാലിക്കണം. അതിനുള്ള ഫുൾ ഗൈഡൻസ് അവർ നമുക്ക് അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നൽകുന്നതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1608 മീറ്റർ ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽസാണ് ബ്രഹ്മഗിരി ഹിൽസ്. ഒരു മൊത്തത്തിൽ ഒരു ട്രെക്കിംഗ് ഡിസ്റ്റൻസ് ഒരു 14 കിലോമീറ്ററിനടുത്ത് വരും. അങ്ങോട്ടേക്ക് ഒരു 7 കിലോമീറ്റർ, ഇങ്ങോട്ടേക്ക് ഒരു 7 കിലോമീറ്റർ. മൊത്തം ട്രെക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് ഒരു മാക്സിമം ഒരു 5 ഹവേഴ്സിനുള്ളിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ട്രെക്കിങ്ങിൽ വൈൽഡ് ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ സാധിക്കും. സാധാരണ പോകുന്നവരൊക്കെ മറ്റേ കാട്ടുപോത്തിനെയും ആനേനെയൊക്കെ കാണാറുണ്ട്. ഒന്നുകൊണ്ട് പേടിക്കേണ്ട, സേഫാണ്. വാച്ചർ ഗൈഡർമാർ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് അവർ മുന്നേ പോയിട്ട് എല്ലാ കാര്യങ്ങളും സേഫ് ആക്കിയിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അല്ലാതെ തന്നെ നമുക്ക് എപ്പോഴും ഇവരുടെ ക്യാമ്പിംഗ് ഷെഡിൻ്റെ ആ ഒരു ഏരിയയിൽ ഒരു മലയെണ്ണാൻ എപ്പോഴും ഉണ്ടാകുന്നതാണ്. സാധാരണ പോകുന്ന എല്ലാവരും കാണുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടാവും. രാവിലെ 7:30, 8 മണി, 8:30, 9 മണി, 10 മണി വരെയാണ് നമുക്ക് ഇവിടത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഇവർക്ക് അവധിയായിരിക്കും. അന്ന് നിങ്ങളുടെ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതാണ്ട് നമ്മുടെ ട്രെക്കിംഗ് ഒരു പകുതിയാകുമ്പോൾ നമുക്കൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വാച്ച് ടവർ അവിടെ കാണാൻ സാധിക്കും. അത് എത്തിയാൽ തന്നെ അറിയാം ഏതാണ്ട് പകുതിയായി. അവിടം വരെയുള്ള ഒരു വഴി ഒരുവിധം നോർമൽ ട്രെക്കിംഗ് ആണ്. അതിനുശേഷം നല്ല സ്റ്റീപ്പാണ്, മൊത്തം പുൽമേടുകളാണ്. ഈ വാച്ച് ടവറിൻ്റെ മേലെ കയറാൻ വേണ്ടി നമുക്കിപ്പോൾ അനുവാദമുണ്ട്. അത്യാവശ്യം കുറച്ച് ഹൈറ്റ് ഉണ്ട്. അതിന് മേലെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ആണ്. നമുക്കൊരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ടേക്കുള്ള ബ്രഹ്മഗിരി ഹിൽസിൻ്റെ ട്രെക്കിംഗ് ആ ഒരു ട്രാക്ക് കറക്റ്റ് കാണാൻ സാധിക്കും. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പക്ഷിപ്പാതാളത്തിലേക്കുള്ള ട്രെക്കിംഗ് ആ ഒരു പാത്തും കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. പണ്ട് ഈ പക്ഷിപ്പാതാളത്തിലേക്ക് നമുക്ക് ട്രെക്കിംഗ് ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ മാവോയിസ്റ്റ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങോട്ടേക്കുള്ള ട്രെക്കിംഗ് ബ്ലോക്ക് ചെയ്തത്. പിന്നെ ഞങ്ങൾ വാച്ച് ടവറിൽ നിന്ന് ഇറങ്ങി. പിന്നെ അങ്ങോട്ട് ഇച്ചിരി നല്ല കുത്തനെയുള്ള കയറ്റമാണ്. പക്ഷേ മേലെ ചെന്നാലുള്ള വ്യൂ അടിപൊളിയാണ്. ഞങ്ങൾ മേലെ ചെന്നപ്പോഴത്തേക്ക് നല്ല ക്ലിയർ സ്കൈ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ചുറ്റുമുള്ളത് നല്ല വൃത്തിയിൽ കാണാൻ പറ്റി. ഗൈഡ് പറഞ്ഞ് ചില ദിവസം ഭയങ്കര കോടയായിരിക്കും, അപ്പോൾ ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റില്ലെന്നാണ്. അപ്പം മേലത്തെ ഒരു വ്യൂ ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല. അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും മേലെ ചെന്നാൽ കിട്ടുന്ന വ്യൂ. ഇതിൻ്റെ മേലെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ഒരുവിധം നല്ലോണം ക്ഷീണിച്ചിരുന്നു. എന്നാലും ഞങ്ങൾ അന്നപ്പോൾ പകർത്തിയ ചില വിഷ്വൽസാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഞങ്ങളിങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ തിരിച്ചിറങ്ങാൻ തുടങ്ങി. അന്നപ്പം ഗൈഡിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു അധികം സമയം വെയിറ്റ് ചെയ്യാൻ പാടില്ലാന്ന്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ എനിക്ക് മറ്റൊരു സന്തോഷം കൂടി നിങ്ങളായിട്ട് പങ്കുവെക്കാനുണ്ട്. നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് റീച്ച് ആയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കാരണവും സന്തോഷവും എല്ലാം നിങ്ങൾ തന്നെയാണ്. നിങ്ങളെല്ലാവരും കാരണമാണ് ആ ഒരു നമ്പറിലേക്ക് എത്താൻ സാധിച്ചത്. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമുക്കിതിൽ വേണ്ടതാണ്. എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അപ്പം വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നതിന് വരെ ഗുഡ് ബൈ.